പ്രൈം ടൈമിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം മികച്ച രീതിയിലെന്ന് പറയുകയാണ് ഹൈക്കോടതി. എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുന്നു എന്ന് കോടതി പറയുന്നു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് 24 കിട്ടി. 4ാം ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് സ്വർണ്ണ കൈമാറ്റം സംബന്ധിച്ചെന്ന് SIT വ്യക്തമാക്കി. സംസ്ഥാനത്തിന് പുറത്തുനിന്നും സുപ്രധാന രേഖകൾ കണ്ടെടുത്തു. സംശയകരമായ ബാങ്ക് അക്കൗണ്ടുകളിലും പരിശോധന നടത്തും. വിഷ്ണു സുരേഷാണ് ഏറ്റവും ഒടുവിൽ ആ വാർത്തയുടെ വിവരണം ചെയ്യുന്നത്. വിഷ്ണു, 2025 ഇടപാടുകൾ കൂടി 4ാം ഘട്ടത്തിൽ അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ PS പ്രശാന്തിന്റെ സമയത്തെ ദേവസ്വം ബോർഡിന്റെ ഇടപാടുകൾ അന്വേഷിക്കണമെങ്കിൽ എന്തോ സംശയാസ്പദമായി അവിടെ ഉണ്ട് എന്നൊരർത്ഥം അതിലുണ്ടോ, അതോ ഒരു സ്വാഭാവിക അന്വേഷണമേ ഉള്ളോ വിഷ്ണു? ഈ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണത്. അന്വേഷണത്തെ 4ആയി തിരിച്ചിരിക്കുന്നുവെന്ന് SIT വ്യക്തമാക്കുന്നു. ആദ്യ ഭാഗം 999 ഈ സ്വർണം പൊതിഞ്ഞത് ശ്രീകോവിലും അതിന്റെ ചുറ്റുവശങ്ങളും സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. 2ാം ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് കട്ടിളപ്പാളിയിൽ 2019 സ്വർണം പൊതിഞ്ഞതിന്റെ അന്വേഷണമാണ്. 3ാം ഘട്ടത്തിൽ ഈ ദ്വാരപാലക ശില്പം 2019 സ്വർണം പൊതിഞ്ഞതിന്റെ അന്വേഷണമാണ്. 4ാം ഘട്ടത്തിൽ അന്വേഷിക്കുന്നത് 2025 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. അതായത് SIT അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് 2025 സ്വർണം പൂശാൻ കൊണ്ടുപോയത് എത്തിയിരിക്കുന്നു. അതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നു SIT. അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇഴകീറി പരിശോധിക്കാൻ SIT തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇടക്കാല ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മറ്റൊന്ന്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് വലിയ വിമർശനങ്ങൾ SITക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുണ്ടോ എന്ന സംശയം പോലും പ്രകടിപ്പിച്ചിരുന്നു. പല ആളുകളിലേക്കും എത്തുന്നില്ല, നിലവിൽ സംശയ നിഴലിലാണ് അന്വേഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിംഗിൾ ബെഞ്ച് പറഞ്ഞെങ്കിലും ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച ദേവസ്വം ബെഞ്ച് പറയുന്നത് അന്വേഷണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, എല്ലാ ഭാഗങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പോകുന്നത്. ഒപ്പം മാധ്യമങ്ങളെ കോടതി വിമർശിക്കുകയും ചെയ്യുന്നു. അനാവശ്യമായ സമ്മർദ്ദം മാധ്യമങ്ങൾ ചില തെറ്റായ വാർത്തകളിലൂടെയൊക്കെ ഈ SITക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെടരുത്, കേവലം മാധ്യമ സെൻസേഷണലൈസേഷന്റെ ഭാഗമായി നിങ്ങൾ അങ്ങനെയല്ല ഈ അന്വേഷണം കൊണ്ടുപോകേണ്ടത് എന്ന മുന്നറിയിപ്പ് കൂടി അന്വേഷണ സംഘത്തിന് SITക്ക് കോടതി നൽകുകയാണ്. ഒപ്പം ചില പ്രധാനപ്പെട്ട രേഖകൾ കണ്ടെത്തിയ കാര്യം കൂടി SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പല ആളുകളും ഈ രേഖകൾ മറച്ചുവെക്കാനും ഒളിച്ചുവെക്കാനുമുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ രേഖകളൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ആ രേഖകളാണ്. ഒപ്പം പരിശോധനയുടെ കാര്യം, ഈ ശാസ്ത്രീയ പരിശോധന, എത്ര അളവ് സ്വർണം പോയിട്ടുണ്ട്, അതിനിപ്പോൾ പൂർണ്ണമായി പോയിട്ട് ഇവിടെ റെപ്ലിക്ക കൊണ്ടുവച്ചതാണോ എന്ന കാര്യത്തിലൊക്കെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരേണ്ടതുണ്ട്. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായക ലീഡാകാൻ പോകുന്നതെന്നും ഹൈക്കോടതിയെ SIT അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിലുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഏതെല്ലാം മേഖലകൾ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്താൻ പോകുന്നു. ഒപ്പം SITക്ക് പൂർണ്ണ പിന്തുണ, പൂർണ്ണ ആത്മവിശ്വാസം കൂടി കോടതി നൽകുകയാണ്. ഹാഷ്മി, ഓക്കെ, അപ്പോൾ ഇന്ന് ഹൈക്കോടതി വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. 6 ആഴ്ച കൂടി വളരെ വിശദമായ അന്വേഷണത്തിന് സമയം കൊടുക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് വിമർശനമുണ്ട്. അതോടൊപ്പം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദ 4th phase covers all transactions relating the gold plating of ദ്വാരപാലക idol plates in the year 2025 എന്ന് പറഞ്ഞാൽ 2019 മാത്രമല്ല 25 അന്വേഷണം ഉണ്ട് എന്നുകൂടി കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. അത് ഇന്നത്തെ സുപ്രധാനമായ ഒരു പോയിന്റാണ്. ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ നിവേദിക്കും മുൻപ് മന്ത്രിക്ക് വിളമ്പിയ സംഭവത്തിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകി. തന്ത്രിയുടെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നടത്താനാണ് തീരുമാനം. മന്ത്രി VN വാസവനും മറ്റ് ബന്ധപ്പെട്ട VIP-കൾക്കും ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യ നിവേദിക്കും മുൻപ് സദ്യ വിളമ്പിയത് വലിയ വിവാദമായിരുന്നു. ഇതിൽ ആചാരലംഘനം നടന്നെന്നും പ്രായശ്ചിത്തം ചെയ്യണമെന്നാവശ്യപ്പെട്ട് തന്ത്രി രംഗത്ത് വന്നിരുന്നു. ഇത് പ്രകാരം തന്ത്രി നിർദ്ദേശിച്ച പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുമതി നൽകി. നിവേദ്യം വിളമ്പിയതിൽ വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിന് വീഴ്ച സംഭവിച്ചെന്ന് ഭാരവാഹികൾ വിലയിരുത്തിയിരുന്നു. എത്രയും വേഗം പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യണമെന്നായിരുന്നു തന്ത്രിയുടെ നിർദ്ദേശം. ക്ഷേത്രത്തിലെ കളഭത്തിന് മുൻപ് പ്രായശ്ചിത്തം നടത്തണമെന്ന് തന്ത്രി നിർദ്ദേശിച്ചെങ്കിലും ദേവസ്വം ബോർഡിന്റെ അനുമതി വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു. ഇതിലാണ് പ്രായശ്ചിത്തം നടത്താൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയത്. തന്ത്രിയുടെ സമയം ലഭിക്കുന്ന മുറയ്ക്ക് ക്ഷേത്രത്തിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യും. അകത്ത് ഒരു എണ്ണപ്പണം കിഴികെട്ടി നടക്കി വെക്കുക, പ്രദക്ഷിണം വെച്ച് നടക്കി വെക്കുക. പിന്നെ അകത്ത് ഒരു പറ അരിയുടെ നിവേദിക്കുക, അതായത് ഉടച്ചുകറി ഉൾപ്പെടെ ഒരു 10 പറ അരിയുടെ സാധനങ്ങൾ പുറത്ത് പബ്ലിക്കിന്, അതായത് ഭക്തജനങ്ങൾക്ക് വെച്ച് വിതരണം ചെയ്യുക. അതാണ് അത് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രോപദേശക സമിതിയും പള്ളിയോട് സേവാ സംഘവും നാട്ടുകാരും ചേർന്ന്
ക്ഷേത്രത്തിന് വലം വെച്ച് ശ്രീകോവിലിന് മുമ്പിൽ പിടിപ്പണം സമർപ്പിക്കണം. അകത്ത് 1 പറ അരിയുടെ നിവേദ്യം ഭഗവാന് സമർപ്പിച്ച ശേഷം 10 പറ അരിയുടെ സദ്യ നൽകണമെന്നാണ് തന്ത്രി നിർദ്ദേശിച്ച പ്രായശ്ചിത്തം. തനിക്ക് സദ്യ വിളമ്പിയതിൽ ആചാരലംഘനമില്ലെന്നും വിവാദമാക്കുന്നതിന് പിന്നിൽ മറ്റ് താൽപ്പര്യങ്ങൾ ഉണ്ടാകാമെന്നും മന്ത്രി അന്ന് പ്രതികരിച്ചിരുന്നു. 24 പത്തനംതിട്ട. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കണ്ണൂർ പാനൂരിൽ ബോംബ് എന്ന് സംശയിക്കുന്ന ഐസ്ക്രീം കണ്ടെയ്നറുകൾ പിടികൂടി. 8 കണ്ടെയ്നറുകളും വടിവാളുമാണ് പിടികൂടിയത്. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയുമാണ്. അജേഷ് ശിവകുമാർ ചെയ്യുന്നു ഏറ്റവും പുതിയ. അജേഷ്, 8 കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി അല്ലേ അത്? ഹാഷ്മി, അത് 8 ഐസ്ക്രീം ടിന്നുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഐസ്ക്രീം ടിന്നുകൾക്കൊപ്പം ഒരു വടിവാളുമുണ്ട്. ഈ പാനൂര് തങ്ങൾപീടിക സഹറ തങ്ങൾപീടിക ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിലാണ് ഇത് കണ്ടെത്തിയെന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. ഈ സ്കൂളിന്റെ മുന്നിലുള്ള റോഡ് ടാർ ചെയ്യാനായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഈ ടാർ വീപ്പകൾ തൊഴിലാളികൾ കൊണ്ടുവച്ചിരുന്നു. ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ടാർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിന്റെ നീക്കം. ഇതിപ്പോൾ നാളെ ഇതിന്റെ ടാറിങ് തുടങ്ങാനായിട്ട് തൊഴിലാളികൾ ഇന്നെത്തി സാമഗ്രികൾ, ഈ ടാർ മെറ്റീരിയലൊക്കെ അത് ശരിയാക്കുന്ന സമയത്താണ് ഈ വീപ്പയ്ക്ക് ഇടയിൽ ഈ കുറച്ച് വീപ്പകൾ വച്ചിരുന്നു. അതിനെ നടുക്കായിട്ട് ഈ ഐസ്ക്രീം ടിന്നുകളൊപ്പം തന്നെ ഒരു വടിവാളും കണ്ടെത്തി. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. പാനൂർ പോലീസ് ഈ സ്ഥലത്തെത്തി ബോംബ് സ്ക്വാഡിനെയും വിവരമറിയിച്ചു. ബോംബ് സ്ക്വാഡും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ ഒപ്പം തന്നെ വടിവാളെല്ലാം പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി ബോംബ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിന്റെ പരിശോധനകൾ ഇപ്പോൾ പാനൂർ പോലീസ് സ്റ്റേഷനിൽ നടക്കുകയാണ്. ഈ ഐസ്ക്രീം ബോംബുകൾ നേരത്തെ തന്നെ കണ്ണൂരിൽ പല ഭാഗത്തു നിന്നും കണ്ടെത്തുകയും ഒപ്പം തന്നെ അത് ഈ ചെറിയ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിൽ ഐസ്ക്രീം കണ്ടെയ്നറുകളിൽ ബോംബ് കണ്ടെത്തിയിട്ടുള്ളത്. അത് പൊട്ടിത്തെറിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അങ്ങനത്തെ ചരിത്രവുമുണ്ട്. അതാണോ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം, ഇത് സ്കൂളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ, അതായത് കുട്ടികളടക്കം കളിക്കാൻ വേണ്ടി പോകുന്ന ആ ഗ്രൗണ്ടിലാണ് ഇത് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാരെന്താണ് ഇതിനെപ്പറ്റി പറയുന്നത്, ഹരീഷ്? നിലവിൽ ഈ മേഖല, ഈ തങ്ങൾപീടിക എന്ന് പറയുന്ന മേഖല എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, പ്രത്യേകിച്ച് SDP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് ഇത് ആരാണ് കൊണ്ടുവച്ചത്? സ്വാഭാവികമായിട്ടും ഈ പാനൂർ മേഖലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം ചില രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണോ ഇത് ഇവിടെ കൊണ്ടുവച്ചത്, അതുപോലെ നേരത്തെ കൊണ്ടുവച്ചതാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ഈ തൊഴിലാളികൾ പറയുന്നത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ റോഡ് ടാറ് പണിക്കായിട്ട് ഈ ടാറ് നിറച്ച വീപ്പകൾ ഇവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ അധിക ദിവസമായിട്ടില്ല ഈ ബോംബ് എന്ന് സംശയിക്കുന്ന ഈ ഐസ്ക്രീം ടിന്നും വടിവാളും കൂടെ എത്തിയിട്ട് എന്നാലും അത് ബോംബ് സ്ക്വാഡ് അടക്കം പരിശോധിക്കുകയാണ്. ഒരു സ്കൂളിനടുത്താണ് എന്ന് പറയുന്നതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. കാരണം നേരത്തെ ഒരു സ്കൂൾ ഗ്രൗണ്ടിനടുത്ത് തൊന്ന് കിട്ടിയ പൊട്ടുകയും പിള്ളേർക്ക് കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സംഭവമൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അന്വേഷണം എവിടെ എത്തിയിട്ടില്ലെങ്കിലും എന്തായാലും എന്താണ് ഉണ്ടായത് എന്ന അന്വേഷണം നടക്കട്ടെ. അജീഷ് ശിവകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ ലക്ഷ്മി നഗറിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തി. അമ്മയെയും സഹോദരങ്ങളെയും കൊലപ്പെടുത്തിയ ശേഷം മധ്യവയസ്കൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. YS അഭിനന്ദ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അഭിനന്ദ്, കൊലപാതകത്തിന് എന്താണ് കാരണം എന്ന് ചോദിച്ചുകൂടാ എങ്കിലും എന്താണ് ഇത്ര മാരകമായ കുറ്റകൃത്യത്തിനുള്ള പ്രകോപനം, അഭിനന്ദ്? ഹാഷ്മി, ലക്ഷ്മി നഗറിലെ സുഭാഷ് ചൗക്ക് പ്രദേശത്താണ് ഇത്തരത്തിലേക്ക് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയുള്ള വിവരം പുറത്തു വരുന്നത്. യുവാവ് തന്നെയാണ് കൊലപ്പെടുത്തിയത്. തൻ്റെ അമ്മയും ഒപ്പം തന്നെ 2 സഹോദരങ്ങളെയും കൊലപ്പെടുത്തിയായിട്ട് നേരിട്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസുകാരോട് പറയുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത്തരത്തിലേക്ക് കൊലയ്ക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. നേരത്തെയും ഇത്തരത്തിൽ കൊല ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ അടക്കം കൂടുതൽ പൈസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദേഹമൊക്കെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മറ്റ് ഓരോ തരത്തിലേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതല്ല, അതിലൂടെ പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. പിന്നീട് ഇന്നലെയാണ് അവിടേക്ക് എത്തി ഇത്തരത്തിൽ അമ്മയുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത്. ഇന്ന് അവർ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വീട്ടിൽ പോവുകയായിരുന്നു. 1:45-നും 2 മണിക്കും ഇടയിലാണ് സംഭവം ഉണ്ടായത്. പിന്നീട് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. തൻ്റെ അമ്മയും സഹോദരങ്ങളെയും താൻ തന്നെ കൊലപ്പെടുത്തിയുള്ള വിവരം പോലീസിനെ അറിയിക്കുന്നു. പോലീസ് ആ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് കടന്നുകൊണ്ട് മൊഴിയടക്കം കേന്ദ്രീകരിച്ചൊരു വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും ഡൽഹി പോലീസ് നേതൃത്വത്തിൽ ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ പൂർത്തീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവരെന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അമ്മയും സഹോദരങ്ങളെയും കൊലപ്പെടുത്തിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ മധ്യവയസ്കനെ പറ്റിയാണ് സങ്കടകരമായ ആ വാർത്ത. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. പ്രഥമദൃഷ്ട്യാ പ്രതികൾക്കെതിരായ കുറ്റം തെളിഞ്ഞു എന്ന് സുപ്രീം കോടതി. കർശന ഉപാധികളോടെ കേസിലെ മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം നൽകുകയും ചെയ്തു. 5 പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം ഇല്ലാതാക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു.
ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെയും ഷർജിൽ ഇമാമിന്റെയും പങ്ക് തെളിയിക്കുന്ന മതിയായ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ട്യാ പ്രതികൾക്കെതിരെയുള്ള കുറ്റം നിലനിൽക്കുമെന്നും പ്രസ്താവിച്ചാണ് സുപ്രീം കോടതി ഇരുവരുടെയും ജാമ്യം നിഷേധിച്ചത്. കലാപം പെട്ടെന്നുണ്ടായ ഒന്നല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്നും കോടതി നിരീക്ഷിച്ചു. UAPA നിയമപ്രകാരമുള്ള ജാമ്യ വ്യവസ്ഥകൾ മറികടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി വിധിയിലുണ്ട്. കേസിലെ മറ്റ് 5 പ്രതികളായ ഗൾഫിഷ ഫാത്തിമ, മീര ഹൈദർ, ഷിഫ ഉർ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി കർശന ഉപാധികളാണ് ഏർപ്പെടുത്തിയത്. മുൻകൂർ അനുമതിയില്ലാതെ ഡൽഹി വിട്ട് പോകാൻ പാടില്ല. 2 ആൾജാമ്യവും 2 ലക്ഷം രൂപ വീതം ജാമ്യത്തുകയായി കെട്ടിവെക്കണം. വിചാരണ തീരും വരെ പരിപാടികളിലോ കൂട്ടായ്മകളിലോ പങ്കെടുക്കരുത് തുടങ്ങിയവയാണ് ഉപാധികൾ. വ്യവസ്ഥകൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി. R. അച്യുതൻ, 24, ഡൽഹി. ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ കൊലപ്പെടുത്തി. റാണ പ്രതാപ് ബൈരാഗിയാണ് കൊലപ്പെടുത്തിയത്. കപ്പാലിയ ബസാറിൽ വെച്ച് റാണയ്ക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. വിനിത വിജീവനങ്ങൾ വച്ചിരുന്നു. വിനിത, ന്യൂനപക്ഷങ്ങൾക്കെതിരായ വലിയ വിദ്വേഷ പ്രതികരണങ്ങൾ, പ്രസ്താവനകൾ, ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ തുടരുകയാണോ ബംഗ്ലാദേശിൽ? വിനിത. ഹഷ്മി, കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഇതാ 5ാമത്തെ ഒരു യുവാവാണ്, ന്യൂനപക്ഷ വിഭാഗത്തിലെ യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ദീപു ചന്ദ്രദാസ്, അതിന് പിന്നാലെ അമിത് മണ്ഡേൽ, ഒപ്പം തന്നെ ഗോഗോൺ ചന്ദ്രദാസ്, പിന്നാലെ ഗജേന്ദ്ര വിശ്വാസ്. ഇപ്പോൾ ഇതാ മറ്റൊരു യുവാവിനെ കൂടി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ. റാണ പ്രതാപ് ബൈരഗി എന്ന യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജയ്സോർ ജില്ലയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. കപാലിയ ബസാറിൽ വെച്ച് അക്രമികൾ വെടിവെച്ച് കൊലപ്പെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. 3 ആഴ്ചക്കിടെ കൊല്ലപ്പെടുന്ന 5ാമത്തെ ന്യൂനപക്ഷ വിഭാഗത്തിലെ ആളാണ് ഈ ബൈരാഗി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഇത്തരത്തിലേക്ക് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നു. നേരത്തെ ഈ ഗോഗോൺ ചന്ദ്രദാസിന്റെ ഒക്കെ കൊലപാതകത്തിന് പിന്നാലെയാണ് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ നടപടികൾ ഒരു വശത്ത് എടുക്കുമ്പോഴും ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് ബംഗ്ലാദേശിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആശങ്കയും അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും ആ ആക്രമണം തുടരുന്നുവെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, വിനിത വിജി വിവരങ്ങൾ നൽകിയത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസ്താവനകൾ, വ്യാജ പ്രചരണങ്ങൾ, ഈ പറയുന്ന ഹേറ്റ് സ്പീച്ച്, പ്രൊപ്പഗണ്ട നിർമ്മിക്കൽ, അതിനുശേഷം ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ ഒക്കെ ഈ ആക്രമണത്തിന്റെ മറവിൽ ബംഗ്ലാദേശിൽ നിർബാധം തുടരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. IPL മത്സരങ്ങളുടെ സംപ്രേഷണം വിലക്കി ബംഗ്ലാദേശ് സർക്കാർ. ബംഗ്ലാദേശ് പേസർ മുസ്തഫർ റഹ്മാനെ IPL നിന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചാണ് നടപടി. അതേസമയം ലോകകപ്പിലെ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം BCCI തള്ളി. BJPയുടെയും ഹിന്ദു സംഘടനകളുടെയും പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി BCCI മുസ്തഫിസുർ റഹ്മാനെ IPLൽ നിന്ന് ഒഴിവാക്കിയതിന് പിന്നാലെയാണ് 2020 ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കാനല്ലെന്ന കടുത്ത നിലപാടിലേക്ക് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എത്തിയത്. താരങ്ങളുടെയും പരിശീലകരുടെയും ആരാധകരുടെയും സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്നും ICCയോട് ആവശ്യപ്പെട്ടു. എന്നാൽ BCB ആവശ്യത്തോട് ജയ്ഷ അധ്യക്ഷനായ ICCക്ക് അനുകൂല നിലപാടല്ലെന്നാണ് റിപ്പോർട്ടുകൾ. ലോകകപ്പിന് 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഘട്ടത്തിൽ ഷെഡ്യൂൾ തിരുത്തുക എളുപ്പമല്ല. ഇംഗ്ലണ്ടും ഇറ്റലിയുമെല്ലാം ഉൾപ്പെടുന്ന C ഗ്രൂപ്പിലാണ് ബംഗ്ലാദേശ്. മത്സരക്രമം തിരുത്തിയാൽ അവരെയും ബാധിക്കും. അവസാന നിമിഷത്തിൽ യാത്രാ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തുന്നത് കാര്യങ്ങൾ സങ്കീർണമാക്കുമെന്നും ICC വ്യക്തമാക്കുന്നു. BCCയെയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെയും വിളിച്ചു വരുത്തി 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാനാണ് ICCയുടെ ശ്രമം. ആവശ്യമെങ്കിൽ സർക്കാരുകളെയും ഇടപെടുത്തും. അതേസമയം വേദി മാറ്റാനാവില്ലെന്ന നിലപാടിലാണ് BCCI. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നും ബംഗ്ലാദേശ് ടീമിന് കനത്ത സുരക്ഷ ഒരുക്കുമെന്നും BCCI ICCയെ അറിയിക്കും. സ്പോർട്സ് ഡെസ്ക് 24. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടാൻ കോൺഗ്രസ്. പാർട്ടിയിൽ അനൈക്യമെന്ന CPIM പ്രചരണത്തെ ടീം UDF എന്ന നിലയിൽ നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിന് മുൻപ് DCC KPC പുനഃസംഘടന വേണ്ടെന്നും നേതൃത്വത്തിൽ ധാരണയായി. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾക്കായി സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം 12-ന് കേരളത്തിൽ എത്തും. നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ആത്മവിശ്വാസമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണ്
കോൺഗ്രസ് ലക്ഷ്യ 2026 നേതൃസംഗമത്തിലെ തീരുമാനം. UDF വെറുമൊരു മുന്നണിയല്ല, അധികാരം പിടിക്കാൻ പോകുന്ന മുന്നണിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനം. ഇടതു നയങ്ങൾക്ക് ബദലായി പുതിയ നയങ്ങൾ ആവിഷ്കരിക്കും. പ്രായോഗികമില്ലാത്ത ഒരു വാഗ്ദാനവും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതില്ലെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF-നെ കേരളത്തിൽ അധികാരത്തിലേറ്റും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പാർട്ടി പുനഃസംഘടന വേണ്ടെന്ന ധാരണയിലെത്തിയത്. പരിമിതികൾക്കിടയിലും മികച്ച വിജയം സമ്മാനിച്ച DC അധ്യക്ഷന്മാരെ മാറ്റിയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നവരെ DC അധ്യക്ഷന്മാരുടെ മാറ്റമുണ്ടാകില്ല. പുതിയ KP സെക്രട്ടറിമാരുടെ നിയമനവും തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ. അതിപ്പോൾ അത്യാവശ്യമായ സംഘടനാ ശാക്തീകരണം ഉണ്ടാകും. കൂടുതൽ ആളുകൾക്ക് ചുമതല കൊടുത്ത് മുന്നോട്ട് പോകും. ഈ മാസം ആദ്യം തന്നെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളും കോൺഗ്രസിൽ ആരംഭിച്ചിട്ടുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദന മിസ്ത്രി ഈ മാസം 13, 14 തീയതികളിൽ കേരളത്തിലെത്തും. സിറ്റിംഗ് MLA-മാർ അടങ്ങുന്ന പട്ടികയായിരിക്കും ആദ്യം പ്രഖ്യാപിക്കുക. നിലവിലുള്ള MLA-മാരിൽ സുൽത്താൻ ബത്തേരിയെ പ്രതികരിക്കുന്ന IC ബാലകൃഷ്ണൻ, തൃപ്പൂണിത്തുറ പ്രതികരിക്കുന്ന K ബാബു എന്നിവർക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. പീഡന പരാതിയിൽപ്പെട്ട പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് വീണ്ടും സീറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനം വൈകാൻ സാധ്യതയുണ്ട്. പെരുമ്പാവൂർ, കോതമംഗലം സീറ്റുകൾ വെച്ചുമാറുന്നത് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നതാണ് വൈകാൻ കാരണം. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം R. ശ്രീജിത്ത്, 24. തെരഞ്ഞെടുപ്പുകളിൽ ടേം വ്യവസ്ഥ പാലിക്കാത്ത നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതിയിൽ രൂക്ഷമായ വിമർശനം. സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവരെ ക്ലീൻ ബൗൾഡ് ആക്കണം. കുഞ്ഞാലിക്കുട്ടി ഒഴികെ മുഴുവൻ പേരും മാറട്ടെ എന്നാണ് ആവശ്യം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. നിഖിൽ പ്രമേഷാണ് വാർത്തകളും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രൂക്ഷമായൊരു പ്രതികരണമാണ്, രൂക്ഷമായൊരു മാറ്റത്തിന്റെ സൂചനയാണ്. അതടക്കം ഈ പറയുന്ന സീറ്റുകൾ വെച്ചു മാറുന്നതടക്കം, കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നതിലടക്കം എന്തൊക്കെ ചർച്ചകൾ അവിടെ ഉണ്ടായി? നിഖിൽ. ഹഷ്മി, ഗുഡ് ഈവനിങ്. ഇന്നത്തെ കോഴിക്കോട് വെച്ച് ചേർന്ന പ്രവർത്തക സമിതി യോഗത്തിലാണ് ഈ തുടർച്ചയായ ഒരേ സീറ്റിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന താപ്പാനകൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം. അതായത് അവരെ ക്ലീൻ ബൗൾഡാക്കി മാറ്റണം എന്നാണ് മലപ്പുറത്തെ ഒരു മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടത്. താൻ തന്നെ ഒരേ ഇടത്ത് തുടരണമെന്ന അഹങ്കാരമുള്ള ആളുകളെ മാറ്റി നിർത്തണം, അവർക്ക് ഇത്തവണ അവസരം നൽകരുത്. ഇത്തവണ സ്വാഭാവികമായിട്ടൊരു മുന്നണി വിപുലീകരണമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല ലീഗിൻ്റെയും സീറ്റുകൾ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ മത്സരിച്ച് അത്രയും സീറ്റുകൾ തന്നെ ലഭിക്കണമെന്നില്ല. അപ്പോൾ പുതിയ ആളുകൾക്ക് അവസരം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2 ടേമും 2, 3 ടേമൊക്കെ മത്സരിച്ച ആളുകൾ മാറി നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ഒരു അഭിപ്രായമായി ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം മാതൃകയാക്കി പരമാവധി പുതുമുഖങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന അഭിപ്രായം ഉയർന്നു. ഈ പാർട്ടിയെ നയിക്കുന്ന കുഞ്ഞാലിക്കുട്ടി ഒഴികെ മറ്റാർക്കും ഇളവ് നൽകേണ്ടതില്ല എന്നൊരു നേതാവ് കടത്തി പറഞ്ഞു. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ടെങ്കിലും അങ്ങനെ മതിയാകും എന്നൊരു വിഭാഗം പറഞ്ഞു. CPI-യെ മാതൃകയാക്കാം, അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ടേം വ്യവസ്ഥ പാലിക്കുന്നതിൽ CPI-യെ നമ്മൾ മാതൃകയാക്കണമെന്ന് ഒരു നേതാവ് യോഗത്തിൽ അഭിപ്രായം ഉന്നയിച്ചു. 2, 3 ടേം പൂർത്തിയാവുന്നവർ വഴിമാറി കൊടുക്കുന്നതാണ് നല്ലത്. പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടാൻ നിലവിലുള്ളവർ മാറണം. ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉയരുമ്പോൾ തന്നെ പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്ന മറ്റൊരു കാര്യമാണ് സ്ട്രൈക്ക് റേറ്റ് പരിഗണിക്കണമെന്നുള്ളത്. UDF-ൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ അത് വിജയ സാധ്യതയുള്ള സീറ്റാണോ എന്ന് പരിശോധിക്കണമെന്നും ഇന്നത്തെ യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. കിട്ടുന്ന എല്ലാ സീറ്റിലും മുസ്ലിം ലീഗ് മത്സരിക്കുകയല്ല വേണ്ടത്. അതായത് വിജയ സാധ്യത നന്നേ കുറവുള്ള സീറ്റാണെങ്കിൽ അവിടെ ലീഗ് മത്സരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു. കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള സീറ്റ് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന് ലീഗ് വിട്ടു നൽകണം. ലീഗിന് വിജയ സാധ്യതയുള്ള സീറ്റാണെങ്കിൽ അത് ലീഗിന് കോൺഗ്രസ് വിട്ടു നൽകണം. അത്തരത്തിലുള്ളൊരു സമന്വയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരണമെന്നും ഇന്നത്തെ യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. എന്തായാലും ലീഗ് അറയും തലയും മുറക്കി കേരളത്തിലെ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയായി മാറാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിന്റെ ഒരു ആകത്തുക. ഹാഷ്മി, കാസർഗോഡ് എന്നെ നെല്ലിക്കുന്നുണ്ട്, ഏറനാട് PK ബഷീറുണ്ട്, P. ഉബൈദ മലപ്പുറത്തുണ്ട്, മങ്കടയുണ്ട്, ഈ പറയുന്ന മണ്ണാർക്കാട് ശംസുദ്ദീൻ അടക്കമുള്ളവരുണ്ട്. ഈ പറയുന്ന ടേം വ്യവസ്ഥ 3 ടേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നേരത്തെ കേട്ടതാണ്. 3 ടേം അല്ലെങ്കിൽ അടുപ്പിച്ച് 3 MLA അവർ മാറി നിൽക്കണം എന്നൊക്കെയുള്ള ടേം വ്യവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കപ്പെടുന്നവരിൽ പ്രമുഖന്മാരുടെ നീണ്ട നിരയുണ്ട്. എത്രത്തോളം പ്രാക്ടിക്കലാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര സാധ്യത തള്ളാതെ BJP നേതാവും മുൻ ഗോവ ഗവർണറുമായ PS ശ്രീധരൻപിള്ള മുഴുവൻ സമയ അഭിഭാഷകനാകുമെന്നോ സ്ഥാനാർത്ഥിയാകുമോ എന്ന് വൈകാതെ അറിയാം എന്ന് പറയുകയായിരുന്നു PS ശ്രീധരൻപിള്ള അല്പസമയം മുമ്പ്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലാണ് PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പോൾ ഗവർണർ സ്ഥാനം കഴിഞ്ഞു വന്നു. എൻ്റെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. കുറഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ഞാനത് തീരുമാനിക്കും. ഞാൻ ഒരിക്കലും ഇന്ന് വരെ അധികാരം എൻ്റെ പാർട്ടിയിൽ നിന്ന്, എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയുമില്ല.
അതേസമയം CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 15-ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും യോഗത്തിന്റെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പിണറായി വിജയനെ ചുമതലപ്പെടുത്തുന്ന തീരുമാനവും കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ ഉണ്ടാവും. MA ബേബി CPIM ജനറൽ സെക്രട്ടറി ആയ ശേഷം കേരളത്തിൽ നടക്കുന്ന ആദ്യത്തെ കേന്ദ്ര കമ്മിറ്റിയാണിത്. കേരളം, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. പാർട്ടി 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായിരിക്കും പ്രാധാന്യം. അധികാരം നിലനിർത്തുക ലക്ഷ്യമിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും 3 ദിവസം നീളുന്ന കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാകും. ഇടതുമുന്നണിയെ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നത് സംബന്ധിച്ച ഔദ്യോഗിക തീരുമാനങ്ങളും യോഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയായിരിക്കും മുന്നണിയെ നയിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പാണ്. 2 ടേം നിബന്ധനയുടെ കാര്യത്തിൽ ഇളവ് നൽകുന്നതിലും കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശമുണ്ടാകും. കോൺഗ്രസും UDF-ഉം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ച സാഹചര്യത്തിൽ CPIM സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുന്നതിലും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. പുരഞ്ചേരി കേസിൽ ആരെയും കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിയത് LDF-ന് തിരിച്ചടിയല്ല. ആന്റണി രാജു LDF-ലേക്ക് വരുന്നതിന് മുമ്പുണ്ടായ കേസാണിതെന്നും MV ഗോവിന്ദൻ പറയുന്നു. ഞങ്ങൾ ആരെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതല്ല അവരെ പരിപാടിയാണ്. പണ്ട് ലാവ്ലിൻ കേസ് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് CBIക്ക് വിട്ടതാണല്ലോ. അത് അവരെ പണിയാണ്. ആ പണിക്ക് ഞങ്ങളില്ല. ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തോട്ടെ. ഞാനതാ പറഞ്ഞത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗവൺമെൻറ് എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അദ്ദേഹം വരുന്നതിന് എത്രയോ മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 പതിറ്റാണ്ടിൻ്റെ അടുത്തെത്തുന്ന ഘട്ടത്തിൽ ഉണ്ടായ ഒരു കേസിൻ്റെ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു. ആ വിധി വസ്തുനിഷ്ഠമായ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. അതിലെന്ത് ഞങ്ങൾക്ക് തിരിച്ചടി വന്നിരിക്കുന്നു? ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇതേവരെ ചർച്ച ചെയ്തിട്ടില്ല. പത്തനംതിട്ട അടൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറി. ജീപ്പിലിടിച്ച ശേഷം മറ്റൊരു ബസ്സിൽ ഇടിച്ചു. പോലീസുകാർക്കുൾപ്പെടെ പരിക്കുണ്ട്. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, അവിടെ വലിയ ഗതാഗത കുരുക്കായിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഹാഷ്മി, അല്പസമയം മുമ്പായിരുന്നു അടൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പോലീസ് ജീപ്പിലേക്ക് ഇടിച്ചു കയറിയത്. ഹാഷ്മിക്ക് അറിയാവുന്നതുപോലെ തന്നെ അടൂരിലെ ട്രാഫിക് സിഗ്നലിൽ നിർത്തേണ്ടതായിരുന്ന KSRTC ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പോലീസ് ജീപ്പിലേക്ക് വന്ന് ഇടിച്ചു കയറുകയായിരുന്നു. കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ASI ശിവരാജ്, CPOമാരായ റഷാദ്, സുജിത്ത്, ഇവർക്ക് 3 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ASIയുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. ASIയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പോലീസ് ജീപ്പിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. പത്തനംതിട്ട അടൂർ നഗരത്തിൽ തന്നെയാണ് ഈ ഒരു അപകടമുണ്ടായത്. പോലീസ് ജീപ്പിൽ ഇടിച്ച ശേഷം മറ്റൊരു ബസ്സിലും ഈ KSRTC ബസ് ഇടിച്ചു. പോലീസുകാർക്കും മറ്റ് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പോലീസ് ജീപ്പിലുണ്ടായിരുന്ന യാത്രക്കാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ASIക്കും 2 CPOമാർക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ASIനെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനാപകടത്തെ തുടർന്നുകൊണ്ട് അടൂർ നഗരത്തിൽ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കും രൂപപ്പെടുന്നുണ്ട്. ഹാഷ്മി, ഇനി കാണാം ന്യൂസ് എക്സ്പ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം തൃപ്തികരമെന്ന് പറയുകയാണ് ഹൈക്കോടതി. മാധ്യമങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് SIT കോടതിയിൽ. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ സംഘത്തിൽ ഉൾപ്പെടുത്തുന്നതിന് തടസ്സമില്ല എന്ന് ദേവസ്വം ബെഞ്ച്. അന്വേഷണം പൂർത്തിയാക്കാൻ 6 ആഴ്ചത്തെ സമയം കൂടി അനുവദിച്ചു കോടതി. PS പ്രശാന്തിന്റെ കാലത്തെ ഇടപാടുകളിലേക്കും SIT അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ച് ഈ മാസം 23-ന് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്താൻ കർമ്മപദ്ധതിയുമായി കോൺഗ്രസ് 100 സീറ്റുമായി അധികാരത്തിലെത്തുമെന്ന് VD സതീശന്റെ പ്രഖ്യാപനം. നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസം, ആ ആത്മവിശ്വാസത്തെ അടിത്തറയാക്കി ഒരു ചരിത്ര നിയോഗമാണ് ഈ ടീമിന്, KPCC ടീമിന് ചരിത്ര നിയോഗം. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF-നെ കേരളത്തിൽ അധികാരത്തിലേറ്റും. UDF-ലേക്ക് പുതിയ കക്ഷികൾ എത്തുമെന്ന സൂചനയും നൽകി പ്രതിപക്ഷ നേതാവ്. പാർട്ടി ലൈനിനൊപ്പം വന്ന് ഡോക്ടർ ശശി തരൂർ MP. സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ഈ മാസം 12-ന്. അത് ബോംബ് പൊട്ടുന്നില്ല, പണ്ട് പറഞ്ഞില്ലേ, ആ പൊട്ടിയില്ലല്ലോ ഇതുവരെ. അതുപോലെ 100 പൊട്ടും കേട്ടോ. നല്ല ഒരു വിസ്മയം ഉണ്ടാകാൻ പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യവും ഈ കേരളത്തിൽ അധികാരത്തിൽ വരും. 100 സീറ്റിലും UDF പൊട്ടുമെന്ന് MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ്. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ ആവശ്യം ഉന്നയിക്കാൻ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ തീരുമാനം. ടേം വ്യവസ്ഥ കർശനമായി പാലിക്കണമെന്ന് നേതാക്കൾ.
പി കെ കുഞ്ഞാലിക്കുട്ടി ഒഴികെ മറ്റെല്ലാവരും പുതുമുഖങ്ങൾക്കായി സീറ്റ് ഒഴിഞ്ഞു നൽകണമെന്ന് മലപ്പുറത്തെ പ്രമുഖ നേതാവ് യോഗത്തിൽ പറഞ്ഞു. പുനർജനി പദ്ധതിയിൽ ക്രമക്കേടില്ലെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏത് ഏജൻസി അന്വേഷിച്ചാലും ഭയമില്ല, തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി 3 തവണ തള്ളിയ കേസെന്നും പ്രതിപക്ഷ നേതാവ്. എന്നെ കൊണ്ട് CBI അന്വേഷിപ്പിച്ച് CBIക്കാരെ കൊണ്ട് എന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് ഇനി CBI എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമെന്നാണ് ഇവരുടെ ആഗ്രഹമെങ്കിൽ ചെയ്തു, ഒരു വിരോധമില്ല. ഞാനതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. എല്ലാത്തിനും കൃത്യമായ കണക്കുണ്ടെന്ന് ഫൗണ്ടേഷൻ CEO അമീർ അഹമ്മദ്. പുനർജനി തട്ടിപ്പ് ശബരിമല കൊള്ളയ്ക്ക് സമാനമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിയമത്ത് മത്സരിക്കാനില്ലെന്ന പരാമർശത്തിൽ വിശദീകരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് പ്രതികരണം. അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നിയമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 15-ന് തിരുവനന്തപുരത്ത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാന അജണ്ട. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആന്റണി രാജുവിനെ അയോഗ്യനാക്കി നിയമസഭാ സെക്രട്ടേറിയറ്റ് വിജ്ഞാപനമിറക്കി. തിരുവനന്തപുരത്ത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയ R ശ്രീലേഖ. മത്സരിച്ചത് മേയറാക്കുമെന്ന BJP നേതൃത്വത്തിന്റെ ഉറപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇല്ല. പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിവാദമായതോടെ മാധ്യമങ്ങൾ വാക്കുകൾ വളച്ചൊടിച്ചെന്ന് സമൂഹമാധ്യമ പോസ്റ്റ്. R ശ്രീലേഖയുടെ പരാമർശങ്ങളോട് പ്രതികരിക്കാതെ മേയർ VV രാജേഷ്. മത്സരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഇപ്പോൾ ഗവർണർ സ്ഥാനം കഴിഞ്ഞു വന്നു. എൻ്റെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിലേത് ഓപ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിച്ചിട്ടില്ല. കുറഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ ഞാനത് തീരുമാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സര സാധ്യത തള്ളാതെ PS ശ്രീധരൻപിള്ള 24 സ്പെഷ്യൽ എൻകൗണ്ടറിൽ. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന് ജാമ്യമില്ല. ഷർജിൽ ഇമാമിന്റെ ജാമ്യാപേക്ഷയെ തള്ളി. ഗൂഢാലോചനയിൽ പ്രതികളുടെ പങ്കിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. രാജ്യത്തിനെതിരായ ആക്രമണത്തിൽ പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചു. കേസിലെ മറ്റ് 5 പ്രതികൾക്ക് കർശന ഉപാധികളോടെ ജാമ്യം. മുൻകൂർ അനുമതിയില്ലാതെ ഡൽഹി വിട്ടുപോകാൻ പാടില്ല എന്ന് നിർദ്ദേശം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരിക്ക് സർക്കാർ സഹായം. കൃത്രിമക്കൈ വെക്കാൻ വിനോദിനിക്ക് പണം നൽകുമെന്ന് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ രോഗിക്ക് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ജെസോർ ജില്ലയിലെ റാണാ പ്രതാപ് ബൈരാഗി. 3 ആഴ്ചക്കിടെ കൊല്ലപ്പെട്ടത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 5 പേർ. വെനിസ്വേലയെ അട്ടിമറിക്ക് പിന്നാലെ കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ലഹരി നിർമ്മാണവും കടത്തും തടഞ്ഞില്ലെങ്കിൽ സൈന്യത്തെ ഇറക്കുമെന്ന് കൊളംബിയയ്ക്കും ക്യൂബയ്ക്കും മെക്സിക്കോയ്ക്കും അന്ത്യശാസനം. അമേരിക്കൻ ജയിലിൽ കഴിയുന്ന നിക്കോളാസ് മഡൂറോയെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. IPL മത്സരങ്ങളുടെ സംപ്രേഷണം വിലക്കി ബംഗ്ലാദേശ്. നടപടി ബംഗ്ലാദേശ് താരത്തെ IPL നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് 2020 ലോകകപ്പിലെ മത്സരവേദികൾ മാറ്റണമെന്ന ബംഗ്ലാദേശ് ആവശ്യം ICC അംഗീകരിച്ചെങ്കിലും റിപ്പോർട്ടുകൾ. പരിശീലകൻ റൂബൻ അമോറിസിനെ പുറത്താക്കി ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അമോറിമിന്റെ പടിയിറക്കം ക്ലബ് ചരിത്രത്തിൽ ഏറ്റവും മോശം പരിശീലക റെക്കോർഡുമായി. നെല്ല് സംഭരണത്തിന് സഹകരണ കർഷക കേന്ദ്രീകൃത ബദലുമായി സംസ്ഥാന സർക്കാർ. കാർഷിക സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കും. തീരുമാനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ. തുടർ നടപടികൾക്കായി ചീഫ് സെക്രട്ടറിയെയും വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി. സംഭരിച്ച നെല്ലിന്റെ പണം വേഗത്തിൽ നൽകാനും നിർദ്ദേശമുണ്ട്. നടൻ പുന്നപ്ര അപ്പച്ചൻ അന്തരിച്ചു. അന്ത്യമാന്തരിക രക്തസ്രാവത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് വിടവാങ്ങിയത് 1000-ലധികം സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടൻ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് ഗൈഡുവയർ കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം തേടി സുമയ്യ കോടതിയിലേക്ക്. വീഴ്ച സമ്മതിച്ചെങ്കിലും സർക്കാർ സഹായിച്ചില്ലെന്ന് സുമയ്യ. ആലപ്പുഴയിലെ ഡയാലിസിസ് മരണങ്ങളിൽ കേസെടുത്ത് പോലീസ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെയും ഡയാലിസിസ് യൂണിറ്റ് ജീവനക്കാരെയും പ്രതി ചേർത്തു. NSS നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് ബംഗാൾ ഗവർണർ. ചുമതലയേൽക്കും മുൻപ് മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് അനുമതി നിഷേധിച്ചുവെന്ന് ഡോക്ടർ CV ആനന്ദബോസ്. പെരുന്നയിൽ ഒരാൾക്ക് മാത്രമല്ല കുത്തകാവകാശമെന്നും CV ആനന്ദബോസ്.
അല്ലേ, നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുക. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം കുത്ത അവകാശമാണോ? ഗേറ്റ് കീപ്പേഴ്സ്, അവരെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. ആരോപണം തള്ളി ജി സുകുമാരൻ നായർ. വെറുതെ എന്തോ അവിടെ പറഞ്ഞുണ്ടാക്കുന്ന അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഏതായാലും ഞാൻ ഇത്രയും കാലമായല്ലോ ഇവിടെ ഇരിക്കുന്നു. നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്, പക്ഷെ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കാതെ അത് ഒരിക്കലും വരുന്നു. പുഷ്പാർച്ചന നടത്തണമെന്ന് CV ആനന്ദബോസ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് വിശദീകരണം. സംസ്ഥാനത്തെ കോഴിയിറച്ചി വിൽപ്പന സർവകാല റെക്കോർഡിൽ. പുതുവർഷത്തലേന്ന് വിറ്റത് 32 ലക്ഷം കിലോ കോഴിയിറച്ചി. പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെട്ട ആലപ്പുഴ ജില്ലയിൽ മാത്രം വിറ്റത് 1.5 ലക്ഷം കിലോ കോഴിയിറച്ചി. സംസ്ഥാനത്തെ മുൻ വർഷത്തെ അപേക്ഷിച്ച് 10 ലക്ഷം കിലോയുടെ വിൽപ്പന വർധനമാണ്. തിരുവനന്തപുരം ഉള്ളൂരിൽ മദ്യലഹരിയിൽ ആനയ്ക്ക് പാപ്പാന്റെ ക്രൂരമർദ്ദനമെന്ന് പരാതി. മർദ്ദനമേറ്റ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ആനയായ ഉള്ളൂർ കാർത്തികേയന് മതപ്പാടിലുള്ള ആനയെ അകാരണമായി മർദ്ദിക്കാറുണ്ട് എന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 പേർ കൂടി മരിച്ചു. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി D സുധാകരനും കോഴിക്കോട് സ്വദേശി സച്ചിദാനന്ദനും. D സുധാകരന് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് 2 ദിവസം മുൻപാണ്. പാലക്കാട് ഒറ്റപ്പാലം വലോടിയിൽ 11 വയസ്സുകാരന്റെ കാലിന് ഗുരുതരമായി പരിക്കേറ്റത് പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ചാണെന്ന് സ്ഥിരീകരണം. കണ്ടെത്തൽ പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വിശദാന്വേഷണം നടത്തുമെന്ന് പോലീസ്. തിരുവനന്തപുരം നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ആസിഫ് കടയിൽ രാജിവെച്ചു. പദവി ഒഴിഞ്ഞത് DCC നേതൃത്വം അന്ത്യശാസനം നൽകിയതോടെ. ആസിഫ് കടയിൽ പ്രസിഡന്റായത് CPIM പിന്തുണയോടെ. വൈസ് പ്രസിഡന്റ് റീന ഫസൽ നേരത്തെ രാജിവെച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ പുലിയുടെ ആക്രമണത്തിൽ കർഷകൻ മരിച്ചു. ആക്രമണത്തിനിടെ കർഷകനും പുലിയും കിണറ്റിൽ വീണു. പുലി ആക്രമിച്ചത് പാടത്തിരുന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നതിനിടെ. രാഹുൽ മങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതക്കെതിരെ പരാതി നൽകി രാഹുൽ ഈശ്വർ. തനിക്കെതിരെ നൽകിയത് വ്യാജ പരാതി എന്ന് ചൂണ്ടിക്കാട്ടി സൈബർ പോലീസിനെ സമീപിച്ചു. തന്നെ ജയിലിൽ അടച്ചത് അകാരണമായെന്നും രാഹുൽ ഈശ്വർ. പരാതിക്കാരിയുടെ ഭർത്താവ് തന്നോട് ഖേദം പ്രകടിപ്പിച്ചുവെന്നും രാഹുൽ ഈശ്വർ. ഇൻഡോറിൽ മലിനജലം കുടിച്ചുണ്ടായ ദുരന്തം പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ച മധ്യപ്രദേശ് സർക്കാർ. പുതിയതായി 20 പേർ കൂടി രോഗബാധ. ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ഔദ്യോഗിക രേഖയിൽ പരാമർശിച്ചതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് സസ്പെൻഷൻ. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്തത് സർപഞ്ച് ജർമൽ സിംഗ്. വെടിയുതിർത്ത ശേഷം അക്രമികൾ കടന്നുകളയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ ആം ആദ്മി പാർട്ടി സർക്കാരിനെതിരെ കോൺഗ്രസും BJPയും രംഗത്ത്. തൃശൂരിൽ പാർക്കിംഗ് ഷെഡിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ വിശദീകരണമായ റെയിൽവേയുടെ വൈദ്യുതി ലൈനിൽ നിന്നുണ്ടായ തീപ്പൊരിയാണ് അപകട കാരണമെന്ന വാദം തള്ളി. തൃശൂർ കോർപ്പറേഷന്റെ നോട്ടീസ് കിട്ടിയിട്ടില്ല. റെയിൽവേയുടെ സ്ഥലത്തെ നിർമ്മാണത്തിന് കോർപ്പറേഷൻ അനുവാദം ആവശ്യമില്ലെന്നും വിശദീകരണം. പശ്ചിമബംഗാൾ SIR നടപടികളിൽ ഭരണപ്രതിപക്ഷ വാക്പോര് മുറുകുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. മമതയുടെ ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമെന്ന് വാദം. മമതാ ബാനർജി കത്തയച്ചത് SIR നടപ്പാക്കിയത് മുന്നൊരുക്കങ്ങളില്ലാതെയെന്ന് ചൂണ്ടിക്കാട്ടി. പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ മദ്യം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതരമായ കണ്ടെത്തൽ. ദിവസങ്ങളോളം സംഭവം മറച്ചുവെച്ചെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോഴാണ് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനിൽ പരാതി നൽകിയതെന്നും കണ്ടെത്തലുണ്ട്. സ്കൂൾ അധികൃതർക്കെതിരെ നടപടിക്ക് സാധ്യത. വയനാട്ടിൽ വൻ മോഷണം. പുൽപ്പള്ളി സ്വദേശിയുടെ വീടിന്റെ പൂട്ട് പൊളിച്ച് 19 പവൻ സ്വർണം കവർന്നു. 80,500 രൂപയും മോഷണം പോയി. മോഷ്ടാവിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പാലക്കാട് വാളയാറിനടുത്ത് ആൾക്കൂട്ട മർദ്ദനത്തിൽ അതിഥി തൊഴിലാളി കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി പിടിയിൽ. അട്ടപ്പള്ളം സ്വദേശി രാജേഷിനെ പിടികൂടി തമിഴ്നാട്ടിൽ നിന്ന്. ഇതോടെ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 9 ആയി. മുംബൈയിൽ ട്രെയിൻ അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം മരിച്ചത് 2287 പേർ. അപകടങ്ങളിൽ പരിക്കേറ്റത് 2554 പേർക്ക്. പുറത്തു വന്നത് സബർബൻ സർവീസിലെ അപകട വിവരങ്ങൾ. കൂടുതൽ പേര് മരിച്ചത് ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ഉണ്ടായ അപകടങ്ങളിൽ. തിക്കിലും തിരക്കിലും ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത് 525 പേരാണ്. ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരബാധയിൽ കേസുകൾ കുറവില്ല. ഇന്ന് രോഗം ബാധിച്ച് 2 പേർ കൂടി മരിച്ചു. കഴിഞ്ഞ മാസം 5 മരണം റിപ്പോർട്ട് ചെയ്തു. 2025 രോഗബാധിതരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായത്. ആരോഗ്യവകുപ്പിന് ഉറവിടം കണ്ടെത്താനാകുന്നില്ല എന്നതും തിരിച്ചടിയാണ്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്ന്. പ്രതീഷ്, ഇത് അപായകരമായ സാഹചര്യത്തിൽ, ഭയക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരബാധ ഉയരുകയാണെന്ന് തോന്നുന്നു. മരണവും കൂടുന്നു. പ്രതീഷ്,
ഹാഷ്മി, തീർച്ചയായും അമീബിക് മസ്തിഷ്ക ജ്വര ബാധ കേസുകൾ കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 50-ൽ താഴെയായിരുന്നു ഒരു വർഷം റിപ്പോർട്ട് ചെയ്ത കേസെങ്കിൽ 2025 200-ന് മുകളിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം. ഒപ്പം ഈ രോഗം സ്ഥിരീകരിച്ചവരിൽ മരണനിരക്കും ഉയരുന്നു എന്നതാണ് ആശങ്കപ്പെടേണ്ട കാര്യം. ഇന്ന് 2 മരണം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരുന്നു. ഒന്ന് തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയുടെയും മറ്റൊന്ന് കോഴിക്കോട് സ്വദേശിയുടെയും മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഒപ്പം ഈ കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് നിലവിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കഴിഞ്ഞ വർഷം 2025 മാത്രം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 47 പേർ മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. 201 പേർക്ക് 2025 രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം 5 പേരാണ് ഈ രോഗം ബാധിക്കുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ആരോഗ്യവകുപ്പിനെ ആശങ്കയിലാക്കുന്നത് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലിനജലത്തിലൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വര രോഗം പടരുന്നതെന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും മലിനജലത്തിൽ കുളിക്കാത്തവർക്ക് പോലും രോഗം ബാധിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഒപ്പം ഇനി ചൂടുകാലമാണ്. മലിനജലങ്ങളിൽ ഇറങ്ങുന്നവരൊക്കെ തന്നെ വലിയ ജാഗ്രത പാലിക്കണം എന്നതാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ കേസുകൾ ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യേക ഇപ്പോൾ മരിച്ച 2 പേരുടെ അവർക്ക് ഈ ജ്വരബാധ ഉണ്ടായത് എവിടെ നിന്നാണ് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്? ഹാഷ്മി, കോഴിക്കോട് സ്വദേശിയുടെ ആ സമീപത്തെ കുളത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. ഈ തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശിയുടെ മരണത്തിലും ഒരു നേരത്തെ ഇത്തരത്തിൽ രോഗം ബാധിക്കുന്ന തരത്തിലുള്ള ഹിസ്റ്ററി ഒന്നും തന്നെ ആ രോഗിക്ക് ഇല്ല എന്നതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെ മലിനജലത്തിൽ കുളിച്ചത് കൊണ്ട് രോഗം വരാനുള്ള സാധ്യത ഇല്ല എന്നതാണ് ബന്ധുക്കളടക്കം പറയുന്നത്. അതാണ് പ്രധാനമായും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കാരണം ഈ മലിനജലത്തിൽ കുളിക്കുമ്പോൾ, തല മുങ്ങി കുളിക്കുമ്പോഴാണ് പലപ്പോഴും മൂക്കിലൂടെ ഈ അമീബ ഉള്ളിലേക്ക് കയറുകയും പിന്നീട് അത് തലച്ചോറിനെ ബാധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ വീട്ടിൽ കുളിച്ചവർക്ക് പോലും ഈ രോഗം ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. വീട്ടിലെ ടാങ്കിൽ പോലും, വീട്ടിലെ കിണറുകളിൽ പോലും അമീബയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലും രോഗം ബാധിക്കാമെന്നുള്ള ഒരു വിവരമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. അതുകൊണ്ടാണ് ഈ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെ മാസ് ക്ലീനിങ് യജ്ഞമൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ എന്നിട്ടും ഈ രോഗം ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നതല്ലാതെ അതിൽ ഒട്ടും കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്താൽ ഓരോ വർഷവും വളരെ കുറച്ച് കേസുകൾ മാത്രമായിരുന്നു സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ 2025 200 കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വരും മാസങ്ങളിലും ഈ കേസുകൾ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. രോഗം ബാധിച്ചാൽ മരണനിരക്ക് കൂടുതലുള്ള ഒരു അസുഖം കൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ കൂടി ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കണമെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പും നൽകുന്നത്. ഹാഷ്മി, MG പ്രതീക്ഷാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരബാധ ഉണ്ടാവുന്നു, കൂടുതൽ മരണങ്ങൾ ഉണ്ടാവുന്നു. തിരുവനന്തപുരത്ത് മരിച്ച ആൾ അങ്ങനെ മലിനജലത്തിൽ കുളിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഹിസ്റ്ററി ഉള്ള ആളല്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം? ഇത് ഓരോ ജ്വരബാധയും അല്ലെങ്കിൽ ഓരോ രോഗബാധയും ഓരോ മരണം ഉണ്ടാകുമ്പോൾ അത് സ്പെസിഫിക് കേസായി അല്ലെങ്കിൽ അതിൽ കൂടി രോഗം വരാം എന്ന് പറയുന്നതല്ലാതെ കൃത്യമായി ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതിനെ പറ്റി സത്യം പറഞ്ഞാൽ ആർക്കും കാര്യമായ ധാരണകളില്ല എന്നുള്ളതാണ് വസ്തുത. സൂക്ഷിക്കുക എന്നേ പറയാനുള്ളൂ. വെനിസ്വേലയിലെ അട്ടിമറിക്ക് പിന്നാലെ കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലഹരി നിർമ്മാണവും കടത്തും തടയാൻ കൊളംബിയ, ക്യൂബ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ സൈന്യത്തെ ഇറക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കരുതുന്ന US നീക്കത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. വെനസ്വേലയിലെ അട്ടിമറിയിലും റാഞ്ചലിലും ഒന്നും അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് ഭീഷണിയായ പ്രശ്നക്കാരായ അയൽക്കാർ എന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയിലെ അമേരിക്കൻ അട്ടിമറിയെ 3 രാജ്യങ്ങളും ശക്തമായി അപലപിച്ചിരുന്നു. കൊളംബിയയെ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന രോഗിയായ ഒരാളാണെന്നും അയാൾ അത് അധികനാൾ ചെയ്യില്ലെന്നുമാണ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെയുള്ള ട്രംപിന്റെ ഭീഷണി. ക്യൂബ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നും ക്യൂബൻ ജനതയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ്. മെക്സിക്കോ ഭരിക്കുന്നത് ലഹരി മാഫിയയാണെന്നും പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിന് നിയന്ത്രണമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കാണുന്ന സമീപനത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. അമേരിക്കയെ ധിക്കരിക്കുന്നത് തുടർന്നാൽ നിക്കോളാസ് മദുറോയുടെ ഗതി വരുമെന്നാണ് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US സേന റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും മാൻഹട്ടണിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും.
അമേരിക്കൻ സൈനിക നടപടിയിൽ വെനസ്വേലയിൽ 32 ക്യൂബൻ പൗരന്മാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ക്യൂബയിൽ 2 ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. വെൽക്കം ബാക്ക്. പക്ഷേ പത്തനംതിട്ട പന്തളം ആതിരമലയിൽ വളർത്തുനായകൾ കൂട്ടത്തോടെ ചത്തു. പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന നായ്ക്കളെ നോക്കാതെ വീട്ടുടമ വീട് പൂട്ടിപ്പോയി. പട്ടിണി കിടന്ന നായ്ക്കൾ ചത്തുവെന്നും കുറെ നായ്ക്കൾ പുഴുവരിച്ച നിലയിലെന്നും നാട്ടുകാർ പറയുന്നു. ആതിരമലയിൽ വീട് വാടകയ്ക്കെടുത്താണ് 40-ലധികം നായ്ക്കളെ വളർത്തിയത്. പെട്ടെന്നൊരു ദിവസം വീട്ടുകാർ വീട് പൂട്ടിപ്പോയി. ദിവസങ്ങളോളം പട്ടിണി കിടന്ന നായ്ക്കളിൽ പലതും ചത്തു. ജീവനോടെയുള്ള പല നായ്ക്കളും പുഴുവരിച്ച് ചാകാറായ നിലയിലാണ്. നായ്ക്കളുടെ കുരയും ചത്തുപോയ നായ്ക്കളുടെ ദുർഗന്ധവും കാരണം പ്രദേശത്ത് ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പട്ടിയെ വളർത്തുന്നെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. അതിന് കൂടെ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നാട്ടുകാർക്ക് എന്നും ബുദ്ധിമുട്ട് തന്നെ. ഈ ഒരു വീട്ടുകാരെ കൊണ്ട് സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് എന്നും ബുദ്ധിമുട്ട് തന്നെ. ഒരാഴ്ച കൊണ്ട് അതിന് ആഹാരം കൊടുക്കാതെ വീടും പൂട്ടി. അവരെ കോൺടാക്ട് ചെയ്യാൻ 2 നമ്പറുണ്ട്. ആ 2 നമ്പറിലും വിളിച്ചിട്ട് അവര് ഫോണും എടുക്കത്തില്ല, സ്വിച്ച് ഓഫ് ആണ്. നഗരസഭയെയും പോലീസിനെയും വിവരമറിയിച്ചെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. മൃഗസംരക്ഷണ സന്നദ്ധ പ്രവർത്തകരായ ആരോയിലെ ജീവനക്കാരെത്തി കുറച്ച് നായ്ക്കളെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. പുഴുവരിച്ചതും മുറിവേറ്റതുമായ നായ്ക്കൾക്ക് ചികിത്സ ഒരുക്കുമെന്നും സന്നദ്ധ സംഘടനയുടെ ആളുകൾ പറഞ്ഞു. താഴെ അവിടെ ഇവിടെ എല്ലായിട്ട് പട്ടികളെ ഒരുപാട് മുറിവായിട്ടും പുഴുവരിച്ച് കിടക്കുകയും അതുപോലെ തന്നെ ജീവനോടെ പുഴുവരിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ്. നിലവിലിപ്പം ഇതിനകത്ത് തീരെ ഇഞ്ചേർഡായിട്ടുള്ള തീരെ വയ്യാതെ കിടന്ന പട്ടികളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും പിന്നെ തൽക്കാല ഷെൽട്ടർ സൗകര്യം കൊടുത്ത് മാറ്റുന്നുണ്ട്. നായ്ക്കൾ വളർത്തിയ വീട്ടിൽ ഒരു സ്ത്രീയും പുരുഷനും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. 24 പത്തനംതിട്ട. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കൈമുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരിക്ക് കൃത്രിമക്കൈ വെക്കാൻ പണം നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വനിതാ ശിശു വികസന വകുപ്പിന്റെ ബാലനിധിയിൽ നിന്ന് പണം അനുവദിക്കും. കൃത്രിമക്കൈ വെക്കാൻ പണം നൽകും എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വീണാണ് 9 വയസ്സുകാരി വിനോദിനിക്ക് കൈക്ക് പരിക്കു പറ്റുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ചികിത്സാ പിഴവിനെ തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 30-ന് കുട്ടിയുടെ കൈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മുറിച്ചുമാറ്റി. കൃത്രിമ കൈവയ്ക്കാൻ ആവശ്യമായ 7 ലക്ഷം രൂപ നൽകാനോ ചികിത്സ ഉറപ്പാക്കാനോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടിയുണ്ടായില്ല. തുടർന്ന് കുട്ടിക്ക് കൃത്രിമ കൈ വെച്ചു നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബത്തെ അറിയിച്ചതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഇടപെടൽ. കൃത്രിമ കൈവയ്ക്കാൻ ബാലനിധിയിൽ നിന്നും ഫണ്ട് ലഭ്യമാക്കും. കുട്ടിക്ക് അടിയന്തരമായി ധനസഹായം നൽകേണ്ടതിന്റെ ആവശ്യകത പരിഗണിച്ച് മിഷൻ വാത്സല്യ മാർഗരേഖ പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉത്തരവ്. വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിന് മകളുടെ ചികിത്സാ ചെലവ് താങ്ങുന്നില്ലെന്നും സഹായം ഉറപ്പാക്കണമെന്നും പലതവണ അധികൃതരെ അറിയിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ആരോപണമുയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ കുടുംബത്തിന് ലഭിച്ചത്. 24 പാലക്കാട്. കൃത്രിമക്കൈ നിർമ്മിക്കുന്ന ഏജൻസിക്ക് ഇതിന് ആവശ്യമായ മുഴുവൻ തുകയും ഇന്ന് രാവിലെ നൽകിയിട്ടുണ്ടെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ കൃത്രിമക്കൈ തയ്യാറാകുമെന്നും കൃത്രിമക്കൈ കുട്ടിക്ക് വെച്ചതിന് ശേഷമുള്ള പരിശോധനകൾ പരമാവധി 3 ആഴ്ചയ്ക്ക് പൂർത്തിയാക്കുമെന്ന് അതിൽ അറിയിച്ച കാര്യമൊക്കെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പിൽ പറയുന്നത്. എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് പണം കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി സർക്കാർ എങ്ങനെയാണ് അതിന് ആ ആവശ്യം പണം കൊടുക്കാമെന്ന് അറിയില്ല. എന്തായാലും കുഞ്ഞിൻ്റെ കാര്യം നടക്കട്ടെ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയെ തുടർന്ന് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം തേടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സുമയ്യ കോടതിയിലേക്ക്. വീഴ്ച സമ്മതിച്ചതല്ലാതെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ലെന്ന് സുമയ്യ പറഞ്ഞു. 24 ആണ് സുമയ്യയുടെ ദുരവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. ശസ്ത്രക്രിയയിലുണ്ടായ പിഴവിൽ ഗൈഡ് വയർ ശരീരത്തിൽ കുടുങ്ങിയ സുമയ്യ നീതി തേടി നിയമ നടപടിക്ക്. ജോലിയും നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് സുമയ്യ കോടതിയെ സമീപിക്കും. വീഴ്ച സമ്മതിക്കുന്ന സർക്കാർ പക്ഷേ നീതി ഉറപ്പാക്കാൻ ഒന്നും ചെയ്തില്ലെന്നാണ് പരാതി. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ലെന്നും സുമയ്യ പറയുന്നു. എനിക്ക് ഈ സർജറി കഴിഞ്ഞിട്ടും ഇതുവരയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഇതുവരയ്ക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ഇതുവരയ്ക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരയ്ക്കും ഉണ്ടായിട്ടില്ല. താനിപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും സുമയ്യ. ഇടയ്ക്കിടയ്ക്ക് കാലിലിങ്ങനെ നീര് വരാറുണ്ട്, ശ്വാസമുട്ടും അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തി 50 സെന്റിമീറ്റർ നീളമുള്ള ഗൈഡ് വയർ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കോടതിയിൽ കുടുംബം നാളെ ഹർജി ഫയൽ ചെയ്യും. 24 തിരുവനന്തപുരം. ഇനി ശബരിമല വാർത്തകൾ കാണാം. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവർ ആണ്, അത് ഷുവർ ആണ്.
Co-sponsored by BLM, Kerala, Tamil Nadu, Pondicherry. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. വൈകിട്ട് 6 മണി വരെ 71,468 അയ്യപ്പ ഭക്തരാണ് മല ചവിട്ടിയത്. മരക്കൂട്ടത്തും നടപ്പന്തലും നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. ഈ മാസം 14 നടക്കുന്ന മകരവിളക്ക് ഒരുക്കങ്ങൾ ശബരിമലയിൽ അവസാന ഘട്ടത്തിലാണ്. പക്ഷിപ്പനി വന്നു, വിലവർധന വന്നു. പക്ഷെ അതിലൊന്നും തിരിച്ചടി ഏൽക്കാതെ കോഴിയിറച്ചി വ്യാപാര മേഖല. പുതുവർഷ തലേന്ന് കേരളത്തിൽ വിറ്റഴിച്ചത് 32 ലക്ഷം കിലോ കോഴിയിറച്ചിയാണ്. പക്ഷിപ്പനി സ്ഥിരീകരിക്കപ്പെട്ട ആലപ്പുഴയിൽ മാത്രം 1.5 ലക്ഷം കിലോ ഇറച്ചി വിറ്റു. ഈ റിപ്പോർട്ട് ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. കേരള പൗൾട്രി ഫെഡറേഷൻ പുറത്തുവിട്ട കണക്കുകളിലാണ് റെക്കോർഡ് കോഴിയിറച്ചി വിൽപ്പന. സംസ്ഥാനത്താകെ 32 ലക്ഷം കിലോ. പുതുവത്സര തലേന്നത്തെ മാത്രം കണക്കാണിത്. 3.5 ലക്ഷം കിലോ ഇറച്ചി വിറ്റ കോഴിക്കോട്, എറണാകുളം, മലപ്പുറം ജില്ലകളാണ് കണക്കിൽ ഒന്നാമത്. ഏറ്റവും കുറവ് വയനാട്ടിൽ 84,000 കിലോ. പക്ഷിപ്പനിയും അതുപോലെ തന്നെ വിലവർധന ഉണ്ടായിട്ട് പോലും മറ്റ് ഇതര വർഷങ്ങളെ അപേക്ഷിച്ച് ഈ ന്യൂ ഇയറിന് ഏറ്റവും കൂടുതൽ സെയിലാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാരുണ്ട്, പക്ഷേ അതിനൊക്കെ സാധനം കിട്ടാനില്ല എന്നുള്ളതാണ് പരമ യാഥാർത്ഥ്യം. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ചിക്കൻ നിരോധനം ഏർപ്പെടുത്തിയ ആലപ്പുഴയിൽ 1.5 ലക്ഷം കിലോ വിറ്റു. ന്യൂ ഇയർ തലേന്ന് വൈകുന്നേരം 6 മണിക്ക് മാത്രമാണ് ചിക്കൻ നിരോധനം പിൻവലിച്ചത്. സംസ്ഥാനത്തെ ഹോട്ടലുകളിലേക്കും വീടുകളിലേക്കുമായി ശരാശരി 22 ലക്ഷം കിലോ ചിക്കനാണ് പ്രതിദിനം വിറ്റുപോകുന്നത്. ഇതിലും 10 ലക്ഷം കിലോ കൂടുതലാണ് പുതുവത്സര തലേന്നത്തെ വിൽപ്പന. 24 ആലപ്പുഴ.